കാര്യങ്ങൾ പറഞ്ഞു, അതിനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ജനറൽ ഇക്വേഷൻസ് ഒക്കെ പറഞ്ഞു വെച്ചു. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹ്യൂഗനോട്ട്സ് കർവ് എന്ന് പറയുന്ന കർവ് എന്താണെന്ന് പറയാം. ഫസ്റ്റ് പറയാൻ പോകുന്നത് ഹ്യൂഗനോട്ട് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂഗനോട്ട് കർവ് അപ്പോൾ ഈ ഹ്യൂഗനോട്ട് കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി ഹ്യൂഗനോട്ട്സ് കർവ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഷോക്ക് വേവ് ഒരു ഫ്ലോ സ്ട്രീമിൽ ഉണ്ടായി നോക്കും. ഒരു ഷോക്ക് വേവ് എന്ന് പറയുന്നത് നോർമൽ ഷോക്ക് വേവ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മളിപ്പോൾ ഒരു ഫ്ലോ ഫീൽഡ് എടുത്തു. ആ ഫ്ലോ ഫീൽഡിൽ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഇങ്ങോട്ടേക്കാണ് ഫ്ലോ നടക്കുന്നതെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു പറയുന്നു. ആ ഫ്ലോ എന്ന് പറയുന്നത് നടക്കുന്ന മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത് എം ഡോട്ടാണ്. ഈ ഫ്ലോയ്ക്ക് പെർപെൻഡിക്കുലറായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു പ്രഷർ വേവ് സെറ്റപ്പ് ചെയ്യുന്നു, ഒരു ഹൈ പ്രഷർ വേവ്. അത് പ്രഷർ സഡൻ റൈസ് ഇൻ പ്രഷറാണ് അവിടെ ഷോക്ക് വേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഷോക്ക് വേവ് ഉണ്ടാകുന്നത് ഈ ഫ്ലോ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആണെങ്കിലാണ് അതിനെ നമ്മളെന്ന് വിളിക്കുന്നത് നോർമൽ ഷോക്ക് എന്ന് വിളിക്കുന്നത്. അതേസമയം ഈ ഫ്ലോ ഡയറക്ഷൻ ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ അതിനെ നമ്മളെന്ന് വിളിക്കും ഒബ്ലിക് ഷോക്ക് എന്ന് വിളിക്കും. നോർമൽ ഷോക്ക് റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്, ഒബ്ലിക് ഷോക്ക് റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഷോക്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രഷർ വേവാണ്. ഈ പ്രഷർ വേവ് ഉണ്ടാകാൻ കാര്യമില്ല. നമ്മൾ പെട്ടെന്നൊരു ഒബ്സ്ട്രക്ഷൻ, നമ്മളിപ്പോൾ ഫ്ലോ ഫീൽഡിൽ ഒരു ഒബ്സ്ട്രക്ഷൻ കൊണ്ടുവച്ചു. അപ്പോൾ പെട്ടെന്ന് ഒബ്സ്ട്രക്ഷൻ, ഒരു ഫ്ലോ ഇങ്ങനെ നടന്നു വന്ന് പെട്ടെന്ന് ഒരു ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ ഏരിയ റിഡക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഹൈ പ്രഷറൈസ് ഉണ്ടാവും ആ ഒരു റേഞ്ചിൽ. ആ പ്രഷറൈസാണ് അവിടുത്തെ ഷോക്ക് വേവ്, ആ ഒരു പ്രഷർ വേവിന് കാരണം. ആ ഉണ്ടാകുന്ന റൈസിങ് പ്രഷർ എന്ന് പറയുന്നത്, ഉണ്ടാകുന്ന ആ പ്രഷർ വേവ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലോ ഫീൽഡിന് പെർപെൻഡിക്കുലറായിട്ട് നിന്നാൽ, നമ്മുടെ ഫ്ലോ ഫീൽഡിന് എന്തായിട്ട് നിൽക്കുകയാണെങ്കിൽ പെർപെൻഡിക്കുലറായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിന് നോർമൽ ഷോക്ക് എന്നും, അതേസമയം ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ ഫ്ലോ ഡയറക്ഷൻ ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഒബ്ലിക് ഷോക്ക് എന്നും പറയും. ഈ രണ്ട് രീതിയിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ പെർപെൻഡിക്കുലറായിട്ട് നിൽക്കുന്ന നോർമൽ ഷോക്കിൽ ഇപ്പോൾ എം ഡോട്ട് എന്ന് പറയുന്ന മാസ് ഫ്ലോ ആണ്. ഇപ്പോൾ മാസ് ഫ്ലോ റേറ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ എം ഡോട്ട് എന്ന് പറയുന്ന മാസ് ഫ്ലോ റേറ്റ് ഈ ഒരു പൈപ്പിൽ കൂടെ നടക്കുവാണ് ആണല്ലോ. നമ്മുടെ ഇതാണ് നമ്മുടെ ഡക്റ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ഷോക്ക് എന്ന് പറഞ്ഞാൽ ഇസ് എ നോർമൽ ഷോക്ക്. അപ്പോൾ ഈ നോർമൽ ഷോക്ക് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ കൺട്രോൾ വോളിയം അപ്രോച്ചിൽ നമ്മൾ പറഞ്ഞതായിരുന്നു നോർമൽ ഷോക്ക് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കുമ്പോഴത്തേക്ക്, നോർമൽ ഷോക്ക് എന്ന് പറയുന്നത് നമ്മൾ ജനറലൈസ് ചെയ്ത് കൺസിഡർ ചെയ്യുമ്പോൾ നോർമൽ ഷോക്ക് വേവ് മാത്രം എടുക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ഷോക്ക് വേവിനെ ഞാൻ എന്ത് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ ജനറൽ ഇക്വേഷൻസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഷോക്ക് വേവ് ഇങ്ങനെ നിൽക്കുന്നത് പറഞ്ഞു. ഈ ഷോക്ക് വേവിനെ ഞാനൊരു കൺട്രോൾ വോളിയത്തിനകത്ത് വെക്കുന്നു. കൺട്രോൾ വോളിയം എന്ന് പറയുന്നത് ഫിക്സഡ് വോളിയം അല്ലേ. അപ്പോൾ ഈ ഒരു ഫിക്സഡ് വോളിയത്തിനെ അകത്ത് നിർത്തുവാണ്, കാര്യം ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഷോക്ക് വേവിലേക്ക് കയറാൻ നിൽക്കുന്ന സ്ഥലത്ത്, അതായത് ഇൻലെറ്റ് സെക്ഷനെ ഞാൻ 1 എന്നും ഈ ഷോക്ക് വേവ് കഴിഞ്ഞതിന് ശേഷം പുറത്ത് വരുന്ന സെക്ഷനെ ഞാൻ എന്തെന്നും പറഞ്ഞു 2 എന്നും പറയുന്ന സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി, ഫ്ലോ വെലോസിറ്റി എന്ന് പറയുന്ന ക്യാപിറ്റൽ V1 ഉം ഇവിടുത്തെ ഫ്ലോ വെലോസിറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റൽ എന്താണെന്ന് പറഞ്ഞു V2 എന്നും പറഞ്ഞു ആണല്ലോ. അപ്പോൾ നമുക്കിവിടെ V2 എന്ന് പറയുന്ന വെലോസിറ്റി ഉണ്ട്. അതുകൊണ്ട് വെലോസിറ്റി ഡിഫറൻസ് വരുന്നതുകൊണ്ട് ഇവിടുത്തെ ക്യാപിറ്റൽ ലെറ്റർ M1 ആണ് ഇവിടുത്തെ മാക് നമ്പർ. ഇവിടെ എന്ന് പറഞ്ഞാൽ എക്സിറ്റ് മാക് നമ്പർ എന്ന് പറയുന്നത് M2 ആണ്. ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് P എന്ന് പറയുന്ന പ്രഷർ എന്ന് പറയുന്നത് P1 ആണ്. ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് T1 ആണ്. ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് P2 ആണ്. ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താണ്, T2 ആണ്. ഇവിടുത്തെ സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറയുന്നത് P01 ആണ്. ഇവിടുത്തെ സ്റ്റാഗ്നേഷൻ പ്രഷർ എന്ന് പറയുന്നത് P02 ആണ്. പ്രഷർ ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ട് സ്റ്റാഗ്നേഷൻ പ്രഷേഴ്സ് എല്ലാം മാറും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നും നമ്മൾ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി കൂടി ഇത് വെച്ച് റിലേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം, പ്രോബ്ലംസ് ചെയ്യണം. അപ്പോൾ അതിനു മുമ്പ് ജസ്റ്റ് ഹ്യൂഗനോട്ട്സ് കർവ് പറയുന്നതിന് മുമ്പ് ആ ജനറൽ ഇക്വേഷൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണെങ്കിൽ കൂടിയും ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാം. ഇനി നമ്മൾ പറയുന്ന എല്ലാ ഡെറിവേഷൻസിലും ഇത് വേണ്ടി വരുന്ന സാധനമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എടുക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് മാസ് ബാലൻസ് ഇക്വേഷനാണ്. അപ്പോൾ മാസ് ബാലൻസ് ഇക്വേഷൻ്റെ ഇതെന്താണ്, എം ഡോട്ട് ഈസ് ഈക്വൽ ടു എന്നുള്ളതാണ് റോ ഇൻറ്റു എ ഇൻറ്റു വി വിച്ച് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഷോക്ക് വേവ് നമ്മളൊരു കോൺസ്റ്റൻറ്റ് ഏരിയയിൽ നമ്മളിപ്പം ഇപ്പോൾ ചെറിയൊരു സ്ഥലത്താണല്ലേ ഷോക്ക് വേവ് ഉണ്ടാകുന്നത്. ഇവിടെ ഏരിയ ഡിഫറൻസ് ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എന്താണ് റോ എ വി ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ എന്താണ് ഇൻലെറ്റിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് ഔട്ട്ലെറ്റിൻ്റെ സെക്ഷൻ ഞാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ρ1 A1 V1 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, ρ2 A2 V2 ആണ് അവിടുത്തെ മാസ് ബാലൻസ് ഇക്വേഷൻ എന്ന് പറയാൻ പറ്റും. ഇനി അതേസമയം ഇത് ഫ്ലോ ഏരിയ ആയിട്ട് ഇൻലെറ്റും ഔട്ട്ലെറ്റും സെയിം ആണെങ്കിൽ, നമ്മളിപ്പോൾ ഇവിടെ കൺട്രോൾ വോളിയം എടുത്തിട്ട് ഇൻലെറ്റിലെ ഏരിയ ഔട്ട്ലെറ്റിലെ ഏരിയയും ക്രോസ് സെക്ഷൻ ഏരിയ സെയിം ആണ്. അപ്പോൾ ഏരിയ സെയിം ആണെങ്കിൽ ഈ എ എന്ന് പറയുന്ന സാധനത്തിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവരാം. ഇത് എം ഡോട്ട് ഈസ് ഈക്വൽ ടു ρ1 A1 V1 ഈസ് ഈക്വൽ ടു ρ2 A2 V2 എന്നല്ലേ. അപ്പോൾ ഇതിനെ മാറ്റിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, എം ഡോട്ട് ബൈ എ എന്ന് എഴുതാം. കാര്യം എം ഡോട്ട് ബൈ എ എന്ന് പറഞ്ഞാൽ A1 ഈസ് ഈക്വൽ ടു എന്ത് വരും,
A2 വരും. ഈ A1 ഈസ് ഈക്വൽ ടു A2 വരുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ഇവിടുത്തെ ഏരിയ, ഇൻലെറ്റ് ഏരിയ, ഔട്ട്ലെറ്റ് ഏരിയ എന്താണ്, ഈക്വൽ ആണ്. കാര്യം ഇവിടെ ക്രോസ് സെക്ഷൻ ഏരിയാസ് ഡിഫറൻസ് വരുന്നില്ല എങ്കിൽ നമ്മൾ നോസൽ ഡിഫ്യൂസറൊക്കെ വരുമ്പോഴാണ് അങ്ങനെ ഇത് വരുന്നത്, അതിനകത്ത് വരാൻ പറ്റും. പക്ഷേ ഇവിടെ കോൺസ്റ്റന്റ് ഏരിയയിലാണ് നമ്മളിപ്പം എന്ത് ചെയ്യുന്നത്, ഷോക്ക് വേവ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഇക്വേഷൻ ഇങ്ങനെ വരും, ρ1 V1 ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് വരും, ρ2 V2. ഇപ്പോൾ ഏത് സെക്ഷൻ എടുത്താലും ഇങ്ങനെ പറയാൻ പറ്റും, ρ1 V1 ഈസ് ഈക്വൽ ടു ρ2 V2 ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇതൊക്കെ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഷോക്ക് വേവ് പറഞ്ഞപ്പോൾ. ഞാൻ ഒന്നുകൂടെ കാര്യം നമ്മൾ പകുതിയിൽ നിന്ന് പഠിക്കുന്നതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു മനസ്സിലായാലും അതിനുവേണ്ടി ഈ സാധനം ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അറിയണമെന്നുള്ളതുകൊണ്ട് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മാസ് ബാലൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത്, അഥവാ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് അവർ മാസ് ബാലൻസ് ഇക്വേഷൻ. ഈ മാസ് ബാലൻസ് ഇക്വേഷൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത നമ്മൾ നോക്കേണ്ട സാധനം എന്ന് പറയുന്നത് ഇവിടുത്തെ മൊമെൻറ്റം ഇക്വേഷൻ നമ്മളെങ്ങനെ അപ്ലൈ ചെയ്യുന്നു. ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ പഠിച്ച മാസ് ബാലൻസ്, അത് കഴിഞ്ഞ് പഠിച്ചത് എന്താണ്, മൊമെൻറ്റം ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് മൊമെൻറ്റം ഇക്വേഷനിൽ നമുക്ക് അതിൻ്റെ കണ്ടീഷൻസ് എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ, മൊമെൻറ്റം ഇക്വേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ എഫ് ഈസ് ഈക്വൽ ടു, അതായത് അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ടിങ്, സം ഓഫ് അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി വിച്ച് ഇസ് ഈക്വൽ ടു മൊമെൻറ്റം. സ്റ്റഡി ഫ്ലോ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഡോ ബൈ ഡോ ടി നമ്മൾ വേണ്ട, എം വി ഔട്ട് മൈനസ് എന്തായിരുന്നു, എം ഇൻറ്റു എം ഡോട്ട് ബി ഇൻ ആയിരുന്നു. അതായത് മൊമെൻറ്റം ഔട്ട് മൈനസ് മൊമെൻറ്റം ഇൻ ആയിരുന്നു അവിടുത്തെ എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. മൊമെൻറ്റം ഔട്ട് മൈനസ് മൊമെൻറ്റം ഇന്നാണ്. അപ്പോൾ അതിനെ നമുക്കിവിടെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ സിഗ്മ എഫ് എന്ന് പറയുന്നത് പ്രഷർ ഫോഴ്സാണ്. അപ്പോൾ അവിടുത്തെ പ്രഷർ ഫോഴ്സ് എന്തൊക്കെയാണ്, പ്രഷർ ഫോഴ്സ് ഇവിടെ ആക്ട് ചെയ്യുന്ന രണ്ട് സെഷൻസ് ഉണ്ട്, രണ്ട് സ്ഥലത്തും പ്രഷർ ഫോഴ്സ് വരും. എപ്പോഴും പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ആ ബോഡിയിലേക്കാണ്, അഥവാ നമ്മുടെ ഷോക്ക് വേവ് ആണ് നമ്മുടെ കോൺസെൻട്രേഷൻ. അപ്പോൾ ഷോക്ക് വേവിലാണ് പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ടുവേർഡ്സ് ദാറ്റ് ബോഡി ആയിരിക്കും പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇവിടുത്തെ പ്രഷർ ഫോഴ്സ്, ഇൻലെറ്റിലെ പ്രഷർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രഷർ P1 ഇൻറ്റു അവിടുത്തെ ഇൻലെറ്റ് ഏരിയ എന്താണ്, A1 ആണ്. അതായത് ഇൻലെറ്റ് പ്രഷർ ഫോഴ്സ് P1 ഇൻറ്റു A1 ആണ്. അപ്പോൾ അവിടുത്തെ പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് P1 ഇൻറ്റു A1 വരും. അത് എപ്പോഴും ആക്ട് ചെയ്യുന്ന എന്തിലാണ്, ആ ബോഡിയിലേക്കാണ്, അതായത് ടുവേർഡ്സ് ദാറ്റ് ബോഡിയാണ്. അപ്പോൾ ഇങ്ങോട്ടാണ് പ്രഷർ ഫോഴ്സ് P1 A1 ആക്ട് ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ ഔട്ടറിലെ പ്രഷർ ഫോഴ്സ് എന്താണ്, P2 ഇൻറ്റു അവിടുത്തെ ഏരിയ അല്ലേ. പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. പ്രഷർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഫോഴ്സ് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പോൾ ഇവിടുത്തെ P2 ഇൻറ്റു A2 ആണ് ഇവിടുത്തെ പ്രഷർ ഫോഴ്സ്. പക്ഷേ ഇവിടുത്തെ പ്രഷർ ഫോഴ്സും ടുവേർഡ്സ് ദാറ്റ് ബോഡി ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് പോസിറ്റീവായിട്ട് എടുത്താൽ തിരിച്ചു വരുന്നത് നമ്മൾ നെഗറ്റീവ് എടുക്കണം, മൈനസ് P2 A2. ഇതെപ്പോഴും നമ്മൾ ചെയ്യുന്നതാണ്. P1 A1 മൈനസ് P2 A2 ആണ് നെറ്റ് പ്രഷർ ഫോഴ്സ് ആക്ടിങ് ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ, ഇൻലെറ്റോ ഇത് എടുക്കുമ്പോൾ, വിച്ച് ഇസ് ഈക്വൽ ടു എം ഡോട്ട്. എം ഡോട്ട് രണ്ട് സ്ഥലത്തും സെയിം ആയിരിക്കുമല്ലോ, അതായത് മാസ് ഫ്ലോ ആയിട്ട്. എം ഡോട്ട് വി ഔട്ട്. വി ഔട്ട് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഔട്ട്. ഔട്ട്ലെറ്റിലെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ V2 അല്ലേ. അപ്പോൾ എം ഡോട്ട് ഇൻറ്റു V2 മൈനസ് എം ഡോട്ട് ഇൻറ്റു എന്നു പറയാൻ പറ്റും V1. പ്രശ്നമില്ലല്ലോ. ഇത് ഓൾറെഡി നമ്മൾ ജനറൽ ഇക്വേഷനിൽ പഠിക്കുന്നതാണ്. ആ ഇക്വേഷനിൽ നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നുള്ളത് മാത്രമേ നമുക്ക് ഈ ഹ്യൂഗനോട്ട്സ് റിലേഷൻ അല്ലെങ്കിൽ ഹ്യൂഗനോട്ട്സ് കർവ്, ഹ്യൂഗനോട്ട് റിലേഷൻ അല്ല, ഹ്യൂഗനോട്ട്സ് കർവ് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടു. ഈ സാധനം മാത്രമേ വേണ്ടൂ. പക്ഷേ ഞാൻ അത് ജസ്റ്റ് ഇങ്ങനെ വന്നൂന്നും കൂടെ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. കാര്യം നമ്മൾ ഇടയ്ക്ക് ഇന്ന് പഠിക്കുന്നതുകൊണ്ട് മാത്രം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച സാധനം ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞു പോയാൽ മതി. ഓൾറെഡി നിങ്ങളത് നിങ്ങൾ നല്ലപോലെ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വീണ്ടും എന്ത് ചെയ്യേണ്ട, കൂടുതൽ ഇരുന്ന് സമയം കളയേണ്ട കാര്യം. ജസ്റ്റ് ഹ്യൂഗനോട്ട്സ് കർവിൻ്റെ റിലേഷൻ ഞാൻ തുടങ്ങുമ്പോൾ, അതായത് ആ ഡെറിവേഷൻ തുടങ്ങുമ്പോൾ ഹ്യൂഗനോട്ട്സ് കർവിൻ്റെ എന്താണ് ഹ്യൂഗനോട്ട്സ് കർവ് എന്നും ആ ഹ്യൂഗനോട്ട്സ് കർവിൻ്റെ ആ കർവ് കിട്ടാൻ വേണ്ടി നമ്മൾ ഏത് റിലേഷനാണ് നമ്മൾ എടുക്കുന്നതെന്നും ആ റിലേഷനിലേക്ക് എത്തിച്ചേരാനുള്ള ഡെറിവേഷൻ തുടങ്ങുന്നത് എപ്പോഴാണെന്നും ആ തുടക്കത്തിൽ ഞാൻ പറയാം. അപ്പോൾ ഫസ്റ്റ് ഈ ഇക്വേഷൻ നമുക്ക് അത്യാവശ്യമാണ്, നമുക്ക് ഹ്യൂഗനോട്ട്സ് കർവ് എന്ത് ചെയ്യാനായിട്ട് വരയ്ക്കുന്നതിന് വേണ്ടി. ഇനി അടുത്ത രണ്ടാമത്തെ ഇക്വേഷൻ ഇത് അത്യാവശ്യമാണ്. അപ്പോൾ എം ഡോട്ടിന് വരെ നമുക്ക് എന്ത് കൊടുക്കാം, ρ1 A1 V1 എന്ന് കൊടുത്തുകൂടെ, ρAV എന്ന് കൊടുക്കാം. അപ്പോൾ V2 ഉള്ളതുകൊണ്ട് അതിന് ρ2 A2 V2 എന്നും, V1 ഉള്ള സ്ഥലത്ത് ρ1 A1 V1 എന്ന് കൊടുത്തു. പ്രശ്നമില്ലല്ലോ, രണ്ടും എന്താണ് ഈക്വൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഹലോ, ഞാൻ NSS റൂം എന്തുപറ്റി അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇവിടെ നിന്ന് എം ഡോട്ടിന് ഞാനിത് വാല്യൂ കൊടുക്കുമ്പോൾ ഇത് P1 A1 മൈനസ് എന്താണ് P2 A2 വിച്ച് ഇസ് ഈക്വൽ ടു എം ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്ത് വരും, ρ2 A2 V2 മൈനസ് ഇവിടെ എന്ത് വരും, ρ1 A1 V1 എന്ന് വരും. അപ്പോൾ ഇതാണ് അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. പ്രശ്നമില്ലല്ലോ. ഇനി ഒരു കാര്യം അറിയിച്ച് ഇവിടെ V2 എം ഡോട്ടാണ് ρ1 A2 V2 ആയത്, ഇൻ്റെ ഒരു V2 കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു സ്ക്വയർ വരും, ρ1 A1 V1 ആയി, ഇൻ്റെ ഒരു V1 കൂടെ ഉണ്ട്, അവിടെ എന്ത് വരും, V1ൻ്റെ സ്ക്വയർ വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിന് പറഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഈ P1 A1ൻ്റെ കൂടെ ഈ ρ1 A1 V1 കൂടെ അങ്ങ് അപ്പുറത്ത് കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ വരും, P1 A1 പ്ലസ് എന്ന് വരും ρ1 A1 V1 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു ഇപ്പുറത്ത് എന്ത് വരും, P2 A2 ഇപ്പുറത്ത് കൊണ്ടുവന്ന P2 A2 പ്ലസ് ഇവിടെ എന്തുണ്ട്, ρ2 A2 V2ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ എന്താണ് നിർബന്ധമായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ മൊമെൻറ്റം ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതൊരു കോൺസ്റ്റന്റ് ആണെന്ന് പറയാൻ പറ്റും അല്ലേ. P1 A1 പ്ലസ്
ρ1 a1 v1 സ്ക്വയർ ഇസ് ഈക്വൽ ടു p2a2 പ്ലസ് ρ2 a2 v2 സ്ക്വയർ എന്ന് കിട്ടിയില്ലേ. ഇനി അത് 3 എന്ന് പറയുന്ന മൂന്നാമത്തെ സെക്ഷൻ എടുത്താലും ഈ പ്രഷർ ഫോഴ്സിന്റെ സമ്മും, അതായത് ഇമ്പൾസ് ഫംഗ്ഷനാണ്, പ്രഷർ ഫോഴ്സിന്റെ സമ്മും പിന്നെ അതേപോലെ മൊമെന്റം ഫോഴ്സിന്റെ സമ്മും കോൺസ്റ്റന്റ് ആണ്. നമ്മൾ ഇമ്പൾസ് ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കോൺസ്റ്റന്റ് ആണ് കിട്ടും. അപ്പോൾ ഇതാണ് മൊമെന്റം ഇക്വേഷനിൽ നിന്ന് നമ്മൾ മുന്നോട്ട് നമുക്ക് വേണ്ട ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ρ1 p1a1 പ്ലസ് ρ1 a1 v1 ഇത് കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ രണ്ടാമത് നമ്മൾ നോർമൽ ഷോക്കിന്റെ അനാലിസിസിൽ എടുക്കുന്ന നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻ, രണ്ടാമത്തെ മൊമെന്റം ഇക്വേഷൻ ഇതാണ്, ഈ ഒരു ഫോമാണ്. മാസ് ബാലൻസ് ഇക്വേഷന്റെ ഫോം എന്ന് പറയുന്നത് ഇതാണ്. ഈ രണ്ട് കാര്യങ്ങളുമായി ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത നോക്കേണ്ടതെന്ന് പറയുന്നത് മൂന്നാമത്തെ നമ്മുടെ സ്റ്റഡി ഫ്ലോ ഇക്വേഷനാണ്. ഇപ്പോൾ സ്റ്റഡി ഫ്ലോ ഇക്വേഷന് വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്നതെന്ന് പറയുന്നത് സ്റ്റഡി ഫ്ലോ ഇക്വേഷൻ. ഞാനിപ്പോൾ നൂത്ത് വെച്ചാൽ കാണാൻ പറ്റുമോ എന്നൊന്ന് നോക്കൂ. നൂത്ത് വെച്ച് കഴിഞ്ഞാലേ ഇത് കാണാൻ പറ്റുമോ എന്നൊന്ന് നോക്കൂ. നൂത്ത് വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റുമല്ലോ, നൂത്ത് വെച്ച് കാണാമല്ലോ. ആ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ വേണം. അപ്പം സ്റ്റഡി ഫ്ലോ നമ്മൾ എല്ലാം പഠിക്കുമ്പോഴും ആദ്യം ജനറൽ ഇക്വേഷൻസ് ആണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇത് ഓൾറെഡി ഞാൻ ഒന്നുകൂടെ പറയുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഇപ്പം ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഇത് ചെയ്യുന്നതുകൊണ്ട്, അടുത്ത ഡെറിവേഷൻ പോകുന്നതുകൊണ്ട് ഞാൻ ആദ്യം ഒന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഹ്യൂനോസ് കർവിന് ഈ 3 ഇക്വേഷൻസ് വെച്ച് നമുക്ക് വേണം. നമ്മൾ ആക്ച്വലി ചെയ്ത് തുടങ്ങിയില്ലത്. എന്താണ് ഹ്യൂനോസ് കർവ് എന്ന് പറഞ്ഞില്ല. ജസ്റ്റ് ഇപ്പോൾ എത്ര ഇക്വേഷൻ, 11 ഇക്വേഷൻസ് ആദ്യം പറഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ പറയുന്നത് എന്താണ്? H പ്ലസ് v1 സ്ക്വയർ ബൈ 2. അതിൽ എൻതാൽപ്പിയും കൈനറ്റിക് എനർജി എന്ന് പറയുന്നതിന്റെ സം എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണല്ലേ. നമ്മൾ ബാക്കി എനർജി ബാലൻസ് ഒക്കെ, ബാക്കി ഹീറ്റ് ട്രാൻസ്ഫറും വർക്ക് ട്രാൻസ്ഫറൊക്കെ നെഗ്ലക്ട് ചെയ്തതിന് ശേഷം വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഒരു കോൺസ്റ്റന്റ് എന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇനി എൻതാൽപ്പിക്ക് വരെ നമുക്ക് അതിനെ ഇന്റേണൽ എനർജി പ്ലസ് P1 U പ്ലസ് PV എന്ന് വേണമെങ്കിൽ കൊടുക്കാം. H ഈസ് ഈക്വൽ ടു U പ്ലസ് PV ആണ്. അപ്പോൾ H കൊണ്ടിന്റെ സ്ഥലത്ത് എന്ത് വരും? U1 പ്ലസ് എന്ന് വരും P1 V1 പ്ലസ് V1 സ്ക്വയർ ബൈ 2. ഇവിടുത്തെ V എന്ന് പറയുന്ന വെലോസിറ്റിയാണ്. ഓക്കെ, ഇത് പ്രഷറിന്റെ വോളിയം ആണ്, അത് ആലോചിച്ചോളാം. സ്പെസിഫിക് വോളിയം സ്മാൾ ലെറ്റർ V. ഈ സ്മാൾ ലെറ്റർ V എന്ന് പറഞ്ഞ വെലോസിറ്റി അല്ല, അത് വോളിയം ആണ്, കേട്ടല്ലോ. അപ്പോൾ P1 V1 പ്ലസ് V1 സ്ക്വയർ ബൈ 2. ഈ V എന്ന് പറഞ്ഞ കൈനറ്റിക് എനർജി വെലോസിറ്റിയുടെ V ആണ്. ഇത് U2 പ്ലസ് P2 V2. അതായത് Hന് പകരം നമ്മൾ എന്ത് ചെയ്തു? U പ്ലസ് PV എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നമുക്ക് ഇതിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? എഴുതി വെക്കാം. ഇതാണ് നമ്മുടെ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ. ഇത്രയും ഇക്വേഷൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഇതിൽ ഡെറിവേഷൻസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി ഹ്യൂഗനോട്ട്സ് കർവിലേക്ക് വരാം. അപ്പോൾ ഹ്യൂഗനോട്ട്സ് കർവ് എന്ന് പറയുന്നത് ഇത് ആക്ച്വലി ഒരു ലോക്കസ് ആണ്. PV പ്ലെയിനിലുള്ള ലോക്കസ് ആണ്. അപ്പോൾ PV പ്ലെയിനുള്ള ലോക്കസ് എന്ന് പറയുന്നത് നമുക്ക് പ്രഷർ വോളിയം, അതായത് P എന്ന് പറയുന്നത് X ആക്സിസിൽ Vയും അതേപോലെ P എന്ന് പറയുന്നത് എന്തിലും വരും? Y ആക്സിലും വരും, മാറിപ്പോരും. അപ്പോൾ ഇതിലുള്ള ഒരു ലോക്കസ് ലൈനാണ്. ആ ലോക്കസ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇമാതിരി ഇരിക്കും. ഇതാണ്, ഈ കർവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹ്യൂഗനോട്ട്സ് കർവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് ഓൾ ദ തെർമോഡൈനാമിക് സ്റ്റേറ്റ്സ്. തെർമോഡൈനാമിക് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ P1 V1, ഇവിടെ PV ഡയഗ്രാം ആകുമ്പോൾ എന്തായിരിക്കും? P1 V1 P2 V2 P3 V3. ആ സ്റ്റേറ്റ്സ് എങ്ങനെയാണ് കിട്ടുന്നത്? ദാറ്റ് ദ ഫ്ലൂയിഡ് മേ അറ്റൈൻ ഓൺ പാസിംഗ് ത്രൂ ദ നോർമൽ ഷോക്ക്. നമ്മൾ ഈ നോർമൽ ഷോക്കിൽ കൂടി, നമ്മൾ ഈ പറഞ്ഞ നോർമൽ ഷോക്ക് ഉണ്ടല്ലോ, ഈ നോർമൽ ഷോക്കിൽ കൂടി പോകുമ്പോൾ, പാസ് ചെയ്ത് പോകുമ്പോൾ ആ ഒരു ഫ്ലൂയിഡ് ഇതിന് ഉണ്ടാകാമാവുന്ന അല്ലെങ്കിൽ ഉണ്ടാവാൻ പറ്റുന്ന ഏതൊക്കെ തെർമോഡൈനാമിക് സ്റ്റേറ്റ്സ് ഉണ്ടോ, അതായത് P1 V1 P2 V2 അങ്ങനെയാണ് പറയുന്നത്. ആ സ്റ്റേറ്റ്സിന്റെ റെപ്രസെൻറ്റേഷനാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു ഹ്യൂഗനോട്ട്സ് കർവ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു പോയിന്റ് പറയാം. ആ ഒരു പോയിന്റ് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതിപ്പം നോർമൽ ഷോക്കിലെ പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഷോക്കിന് മുമ്പുള്ള പോയിന്റ് ആയിരിക്കും. ഇപ്പോൾ നമുക്കിവിടെ ഒരു P1 V1, ഇവിടെ ഇപ്പോൾ ഒരു P1 കിട്ടി, ഇവിടെ ഒരു V1 കിട്ടി. ഇത് ഷോക്കിന് മുമ്പുള്ള പോയിന്റ്. പിന്നെ ഒരു P2 V2 ഉണ്ടാവും. അത് ചിലപ്പോൾ താഴെയാവും മുകളിലാവും, അവിടെ കിട്ടും. ആ P2 V2 എന്ന് പറഞ്ഞാൽ ഷോക്കിന് ശേഷവും ഉള്ള പോയിന്റ്സ് ആയിരിക്കും. അപ്പോൾ ഈ പോയിന്റ്സിന്റെ എല്ലാത്തിൻ്റെയും കൂടെ എന്താ പറഞ്ഞത്? ലോക്കസ്. ഈ ഒരു ഫ്ലോ നടക്കുമ്പോൾ നോർമൽ ഷോക്കിലൂടെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ആ ഒരു ഫ്ലോ എന്ന് പറഞ്ഞാൽ നോർമൽ ഷോക്കിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ആ ഫ്ലൂയിഡിനുണ്ടാകുന്ന തെർമോഡൈനാമിക് സ്റ്റേറ്റ്സിന്റെ ലോക്കസാണ്. അതായത് പ്രഷർ വോളിയം മാറിക്കൊണ്ടിരിക്കില്ലല്ലോ. ഇവിടെ ഇപ്പോൾ സംഭവിക്കുന്നത് ഇങ്ങോട്ടാണ് ഫ്ലോ, ഡൗൺ സ്ട്രീം നമ്മൾ ഫ്ലോ നടക്കുകയാണെങ്കിൽ അത് എങ്ങനെ ഈ കർവ് വരും എന്നുള്ളത് ആ ഡെറിവേഷൻ നടത്തി നമുക്കൊരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷനാണ് ഈ കർവ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോർമുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനത് ഡീറ്റെയിലായിട്ട് പറയുന്നത്. സ്പെസിഫിക് വോളിയം വെലോസിറ്റി അല്ല, സ്പെസിഫിക് വോളിയം. അപ്പോൾ ഈ ഒരു സാധനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കർവ് വരാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ, റിലേഷൻഷിപ്പ് വേണം. ആ റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹ്യൂഗനോട്ട്സ് കർവിൽ നമ്മൾ എന്ത് ചെയ്ത് ഡിറൈവ് ചെയ്ത് എടുക്കാനായിട്ട് പോകുന്നത്. പ്രശ്നമല്ല പറഞ്ഞത്. അപ്പോൾ നമ്മൾ M.A എന്ന് പറയുന്ന ഈ ഒരു സാധനം പറഞ്ഞില്ലേ, M.Aക്ക് നമുക്ക് മാസ് ഫ്ലക്സ് എന്ന് പറയും, അതിന് G എന്ന് നൊട്ടേഷൻ കൊടുക്കുമെന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു സംവിധാനമാണ്.
വളരെ സിമ്പിളായിട്ടുള്ള സംവിധാനം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ഹ്യൂഗനോട്ട്സ് കർവിൻ്റെ ഈ ഒരു സംവിധാനത്തിൽ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ മൊമെൻറ്റം ഇക്വേഷനാണ്. നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത് വെച്ച മൊമെൻറ്റം ഇക്വേഷൻ ഉണ്ടല്ലോ, ഇത് ഓൾറെഡി നമുക്കറിയാം. നിങ്ങൾ ഹ്യൂഗനോട്ട്സ് കർവ് ഇവിടെ നിന്ന് തുടങ്ങിയാൽ മതി. നമ്മൾ ഡെറിവേഷൻ പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ നിന്ന് തുടങ്ങിയാൽ മതി. ഇതിന് മുമ്പേ ഉള്ള പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഓർമ്മയിൽ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇമ്പൾസ് ഫംഗ്ഷൻ്റെ ഡെറിവേഷൻ നമുക്കറിയാം. P1 ഇക്വേഷൻ ഇങ്ങനെ വരും. അതായത് നമുക്ക് ഇവിടെ പറയുവാണെങ്കിൽ P1 പ്ലസ് എന്താണ് ρ1 A1 V1 സ്ക്വയർ ഈസ് ഈക്വൽ ടു P2 A2 പ്ലസ് എന്താണ് ρ2 A2 V2 സ്ക്വയർ. ഇതാണല്ലോ മൊമെൻ്റ് ഇക്വേഷൻ. ഫസ്റ്റ് എടുക്കേണ്ടത് ഈ മൊമെൻ്റ് ഇക്വേഷൻ. അപ്പോൾ മൊമെൻ്റ് ഇക്വേഷൻ എടുക്കാൻ പഠിക്കണം. ഇനി നമ്മൾ പറയുന്നു ഇതിൻ്റെ ബ്രാക്കറ്റിൽ പറയാം A1 ഈസ് ഈക്വൽ ടു നമ്മൾ എന്തെന്ന് പഠിക്കണം, A2 കോൺസ്റ്റന്റ് എന്നല്ല, A1 ഈസ് ഈക്വൽ ടു എന്തെന്ന് പഠിക്കുക A2. അതായത് രണ്ട് സ്ഥലത്തെ ഏരിയ എന്താണെന്ന് പറയാം, ഈക്വൽ സെയിം ഏരിയയാണ്. അപ്പോൾ ഈ A1 എന്ന് പറയുന്നത് എല്ലാം ഇവിടെ സ്ഥലത്ത്, A2 എന്ന് പറയുന്നത് എല്ലാം നമുക്ക് എന്ത് ചെയ്ത് കളയാം, വെട്ടിക്കളയാം. അപ്പോൾ ഇക്വേഷൻ നമ്മൾ ഇത്തുകൂടെ ഒന്ന് റെഡ്യൂസ് ആവും. P1 പ്ലസ് എന്ന് വരും ρ1 V1 സ്ക്വയർ ഈസ് ഈക്വൽ ടു P2 പ്ലസ് ρ2 V2 സ്ക്വയർ എന്നാണ്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ρ1 V1 ρ2 V2 ഒരു സൈഡിലും P1 P2 ഒരു സൈഡിലും കൊടുക്കും. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ ലെഫ്റ്റ് സൈഡ് കിടക്കുന്ന ρ1 V1 സ്ക്വയർ മൈനസ് ρ2 V2 സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഞാൻ പെട്ടെന്ന് പോവുകയാണ്, P2 മൈനസ് P1. ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവത്തിൽ നിന്ന് എല്ലാം മൾട്ടിപ്ലൈഡ്, ഈ ഒരു സാധനം ഹോൾ സാധനത്തിനെ ρ1 കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു, മൾട്ടിപ്ലൈങ് വിത്ത് ρ1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. ഇപ്പോൾ ρ1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൽ ഫസ്റ്റ് ഇവിടെ എന്ത് വരും, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ρ1 സ്ക്വയർ വരും V1 സ്ക്വയർ മൈനസ് ρ1 ρ2 V2 സ്ക്വയർ അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു P2 മൈനസ് P1 ഇൻറ്റു എന്ന് വരും ρ1. ഇത് മാറുമ്പോൾ നോക്കിക്കൊള്ളേ, നോക്കിയിട്ട് പറയണേ ആ സാധനം മാറുമ്പോൾ നോക്കിക്കൊള്ളേ കേട്ടോ. ഇനി അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം ρ1 V1 ഈസ് ഈക്വൽ ടു ρ2 V2 അല്ലേ, നമ്മൾ നേരത്തെ പഠിച്ച സാധനം. അപ്പോൾ ഈ മൂന്ന് ഇക്വേഷൻ ഫോം കൂടെ ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്നും പറഞ്ഞത്. ഇപ്പോൾ ρ1 V1 ഈക്വൽ ടു ρ2 V2 ആണെങ്കിൽ നമുക്കിവിടെ ρ1 V1 സ്ക്വയറിന് പകരം എനിക്കെന്ത് പറയാം, ρ1 V1 സ്ക്വയർ V1 സ്ക്വയറിന് പകരം ρ2 സ്ക്വയർ V2 സ്ക്വയർ എന്ന് പറഞ്ഞൂടെ. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ത് വരും, ρ2 സ്ക്വയർ V2 സ്ക്വയർ മൈനസ് ρ1 ρ2 V2 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും, P2 മൈനസ് P1 ഇൻറ്റു എന്ന് വരും ρ1. ഇനി ഇവിടെ നിന്ന് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ V2 സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കാം. എന്ത് കോമൺ എടുക്കുക, V2 സ്ക്വയർ കോമൺ എടുക്കുക. V2 സ്ക്വയർ കോമൺ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ V2 സ്ക്വയർ എന്ന് പറയുന്നത് കോമൺ വരും. ബ്രാക്കറ്റിനകത്ത് ഇവിടെ എന്തുണ്ട്, ρ2 സ്ക്വയർ മൈനസ് ρ1 ρ2 എന്ന് വരൂലേ, വിച്ച് ഇസ് ഈക്വൽ ടു ഇവിടെ എന്ത് വരും, P2 മൈനസ് P1 ഇൻറ്റു ρ1 എന്ന് വരും. ഇതങ്ങ് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ V2 സ്ക്വയർ ആണെങ്കിൽ കണ്ടുപിടിക്കാനുള്ള V2 സ്ക്വയർ ഇസ് ഈക്വൽ ടു P2 മൈനസ് P1 ഇൻറ്റു ρ1 ഡിവൈഡ് ബൈ ρ2 സ്ക്വയർ മൈനസ് ρ1 ρ2. അപ്പോൾ നമ്മളിവിടെ ആലോചിക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ പിയും റോയിലും ആയി. വെലോസിറ്റി V2 സ്ക്വയർ ആണ്. റൈറ്റ് ഹാൻഡ് സൈഡ് ഫുൾ എന്തിലായി, പിയിലും റോയിലുമായി. ഇനി പിയിലും റോയിലുമായി നമുക്ക് വേണ്ടത് PV ഡയഗ്രമാണ് ആണല്ലോ. അപ്പോൾ റോ എന്ന് പറയുന്നത് എന്തിലേക്ക് മാറണം, സ്പെസിഫിക് വോളിയത്തിലേക്ക് മാറണം, വിയിലേക്ക് മാറണം. നമുക്കറിയാം 1/v ഈസ് ഈക്വൽ ടു റോ ആണ് അല്ലേ. അതായത് സ്പെസിഫിക് വോളിയത്തിന് എൻ്റെ റെസിപ്രോക്കലാണ് റോ എന്ന് പറയുന്നത്. സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം, റോ എന്ന് പറഞ്ഞാൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പോൾ 1/v ഈസ് ഈക്വൽ ടു റോ എന്നോ അല്ലെങ്കിൽ 1/ρ ഈസ് ഈക്വൽ ടു സ്മാൾ ലെറ്റർ v എന്നോ പറയാം സ്പെസിഫിക് വോളിയം എന്ന് പറയും. അപ്പോൾ ഇതിനെ ഈ ρ1നെ നമുക്ക് സ്പെസിഫിക് വോളിയത്തിലേക്ക് 1/, സ്മാൾ ലെറ്റർ v1 എന്നാവൂലേ അല്ലേ, മറ്റേത് സ്മാൾ ലെറ്റർ v2 എന്നാവൂലേ. ഇനി ഇതൊരു കാര്യം പറയാം, ഇവിടെ നിന്ന് ρ2 രണ്ടിലെ ρ2 ഉണ്ടല്ലോ, ρ2 കൂടെ ഞാൻ പുറത്തെടുക്കുക. ρ2 കൂടെ പുറത്തെടുക്കുകയാണെങ്കിൽ എന്താണ്, P2 മൈനസ് P1 ഇൻറ്റു ρ1 ഇവിടെ വരും. ഇവിടെ നിന്ന് ρ2 പുറത്തെടുത്താൽ ഇവിടെ ബ്രാക്കറ്റിനകത്ത് ഇവിടെ ഒരു ρ1 മാത്രമാവും, മൈനസ് ഈ സാധനം മൈനസ് ഇവിടെ ρ2 പുറത്തെടുത്ത് ഇവിടെ ഒരു ρ2 മാത്രം പുറത്ത് ആവും. ഇവിടെ നിന്ന് ρ2 ഒക്കെ പുറത്തെടുത്താൽ അവിടെ എന്ത് മാത്രം ആവും, ρ1 മാത്രം ആവും. ഇതിന് പുറത്ത് ബ്രാക്കറ്റിന് പുറത്ത് എന്ത് വരും, ρ2 വരും. ഓക്കെ, ഇനി ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഞാനിവിടെ ചെയ്യാൻ പോവാം. അതായത് റോക്ക് വരെ അല്ല 1/v എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ 1/v എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വരുമെന്ന് വെച്ചാൽ P2 മൈനസ് P1 ഇൻറ്റു ഇത് ഡിവൈഡഡ് ബൈ ഇതവിടെ നിൽക്കട്ടെ, താഴെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് 1/v2 എന്ന് വരൂലേ, മൈനസ് ρ1 വരെ 1/v1 എന്ന് വരൂലേ, ഇൻറ്റു ഈ ρ2 വരെ 1/v2 എന്ന് വരൂലേ. അത് മുകളിൽ എഴുതാല്ല, ρ2ന്റെ 1/v2 മുകളിൽ എഴുതാം, ഡിവൈഡഡ് ബൈ ρ1ൻ്റെത് 1/v1. അപ്പോൾ താഴെ വരൂലേ 1/v1 തന്നെയാണ്. ρ2ന്റെ ഡിവൈഡഡ് ബൈ 1/v2 ഉണ്ട്, അത് മോളിൽ പോകുമ്പോൾ v2 എന്നാവും. അപ്പോൾ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഈ ഒരു സാഹചര്യത്തിലേക്ക് ഇത് മാറിയല്ലോ. ഇനി ഇതിന് താഴെ നമുക്ക് LCM എടുത്ത് ചെയ്തൂടെ. ഇതിന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്താൽ മതി, P2 മൈനസ് P1 ഡിവൈഡഡ് ബൈ
നമുക്ക് എന്ത് വരും? ഡിനോമിനേറ്റർ V1 V2 എന്ന് വരും അല്ലേ? ആ V1 V2 എന്ന് പറയുന്ന സാധനം ഇവിടെ V1 V2 എന്ന് വരും. ഇതിങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ V1 എന്ന് വരും, മൈനസ് ഇതിങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? V2 എന്ന് വരും. അപ്പോൾ ഇത് ഇത്രയും വന്നു. ഇൻറ്റു ഇവിടെ എന്തുണ്ട്? V2/V1 ഉണ്ട്. ഇനി ഈ ഒരു സാധനം കൊണ്ട് മുകളിൽ കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്തൂടെ? നിങ്ങൾ മുകളിൽ കൊണ്ടുപോയി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേഷൻ ഇങ്ങനെയാവും. ലാസ്റ്റ് V2² ഈസ് ഈക്വൽ ടു P2 മൈനസ് P1 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലുള്ളത് V1 മൈനസ് V2 എന്ന് പറയുന്ന സാധനം തന്നെയാണ്. ഇനി ഇതങ്ങ് മുകളിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഇവിടെ ഓൾറെഡി V2/V1 ഉണ്ട്, മൾട്ടിപ്ലൈഡ് വിത്ത് V1 V2 വെട്ടി പോകില്ലേ? V2² എന്നാവൂലേ? അപ്പോൾ ഇക്വേഷൻ എന്തായി? P2 മൈനസ് P1 ഇൻറ്റു V2² ഡിവൈഡഡ് ബൈ V1 മൈനസ് V2. അപ്പോൾ V2²നെ, അതായത് ക്യാപിറ്റൽ V2² എന്ന് പറഞ്ഞ വെലോസിറ്റീനെ ഞാൻ എന്തിലേക്ക് മാറ്റി? പ്രഷറിലും എന്തിലേക്ക് മാറ്റി വെച്ചു? സ്പെസിഫിക് വോളിയത്തിലേക്ക് ഞാൻ എന്ത് ചെയ്തു? മാറ്റി വെച്ചു. അപ്പോൾ സ്പെസിഫിക് വോളിയത്തിലേക്കും ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്കിവിടെ V1 എന്ന് പറയുന്ന V2 എന്ന് പറയുന്ന സാധനത്തിന് ഇതിലേക്ക് മാറ്റി വെച്ചു ആണല്ലോ. ഈ V2 എന്ന് പറയുന്ന സാധനത്തിന് ഇങ്ങോട്ട് മാറ്റിയതുപോലെ V1നെയും ഇതേപടി എന്ത് ചെയ്യാം? മാറ്റണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നുണ്ടാവും. ഇവിടെ ρ2 V2-ന് ഇവിടെ ρ1 V1-ന് പകരം ρ2 V2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തല്ലേ V2 നമ്മൾ എടുത്തത്. ഇനി V1 കിട്ടണമെങ്കിൽ ഇവിടുത്തെ ρ2 V2-ന് പകരം ρ1 V1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് നമുക്കിവിടെ എന്ത് വരും? ρ1 ഇൻറ്റു, അപ്പോൾ ഇവിടുത്തെ ρ1 V1 സ്ക്വയർ എന്ന് പറയുന്നതിന് പകരം ഇവിടെ നമ്മൾ എന്ത് വരും? ρ1 V1² ഈസ് ഈക്വൽ ടു ρ2 V2² എന്ന് വന്നില്ലേ? അപ്പോൾ ആ ഒരു സാധനത്തിന് ρ1 V1² എന്ന് പറഞ്ഞാൽ ρ2 V2² എന്ന് പറഞ്ഞാൽ ρ1 V2² എന്ന് പറയുന്നതിന് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മാറ്റി കൊടുക്കണം. അതായത് ഇവിടെ എത്ര മാത്രമല്ല ചോദിക്കായിരിക്കും. ഇപ്പോൾ ρ1 V2 ഇല്ലേ? ρ2 V2 ഇല്ലേ? ഇവിടുത്തെ ഒരു ρ2 V2 ഇല്ലേ? ഈ ρ2 V2-ന് ρ1 V1 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇനി അത് ചെയ്യണ്ട, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഈ V2-വിനുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് V2² എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്തിലേക്ക് വന്നേ? P2 മൈനസ് P1 ഡിവൈഡഡ് ബൈ V1 മൈനസ് V2² എന്ന് പറഞ്ഞല്ലേ വന്നേ. അപ്പോൾ അതേ സാധനത്തിൽ ഇതിനെ നമ്മൾ V1² എന്ന് പറയുന്നത് സിമിലർലി എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്? സിമിലർലി എന്ന് പറഞ്ഞ് എഴുതാൻ പോകാം. ഡെറിവേഷനാണ് ഇത്തിരി സഹിച്ചിരുന്നേ പറ്റും. ഉച്ച സമയം കൂടെ ആയതുകൊണ്ട് അത് സഹിച്ചിരുന്നേ പറ്റും. കാര്യം ഇത് കണ്ടാൽ മനസ്സിലാകണ്ടേ. അപ്പോൾ V1² ഈസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? V1² ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ഇങ്ങനെ വരും. P2 മൈനസ് P1 ഡിവൈഡഡ് ബൈ എന്തെന്ന് വരുമെന്നറിയോ? V1 മൈനസ് V2 ഇൻറ്റു എന്തെന്ന് വരുമെന്നറിയോ? V1². ഇതങ്ങ് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇവിടെ V1 മൈനസ് V2 തന്നെയാണ് ഡിനോമിനേറ്റർ കിടക്കുന്നത്, പക്ഷേ ഇൻറ്റു V2² ആണോ? ഇവിടെ അതിന് വരെ എന്ത് വരുമെന്ന് ആലോചിക്കുക? V1² എന്ന് തന്നെ. അപ്പോൾ സിമിലർലി എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. അല്ലാതെ ഇതെല്ലാം കൂടി ചെയ്തുകൊണ്ടിരുന്നാൽ വീണ്ടും ലെന്ത് കൂടി പോകത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ V1-നെയും ക്യാപിറ്റൽ V2-നെയും നമ്മൾ എന്തിലേക്ക് കൊണ്ടുവന്നു? പ്രഷറിൻ്റെയും സ്പെസിഫിക് വോളിയത്തിൻ്റെയും ടേംസിലേക്ക് മാറ്റി. ഇനി നമുക്ക് ഉള്ളത്, നമുക്ക് ഏതൊക്കെ ഇക്വേഷൻസ് നമ്മളിവിടെ ഉപയോഗിച്ചെന്ന് ആലോചിക്കുക. ഫസ്റ്റ് നമ്മൾ മൊമെൻ്റ് ഇക്വേഷൻ തുടങ്ങി, അതിൽ മാസ് ബാലൻസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യും. ഇനി നമുക്ക് ബാക്കിയുള്ളത് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷനാണ്. ഈ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇന്റേണൽ എനർജീനെ നമ്മൾ ഇതിലെ ഈ ഒരു ടേംസിലേക്ക് PV എന്ന് പറയുന്ന സാധനത്തിൻ്റെ ടേംസിലേക്ക് എന്ത് ചെയ്യാണ്? കൊണ്ടുവരാനായിട്ട് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ, നമ്മുടെ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ നമ്മൾ എടുക്കുകയാണ്. സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ നമ്മൾ എടുക്കുകയാണ്. സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷനിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? U1 പ്ലസ് P1 V1 പ്ലസ് V1²/2 ഈസ് ഈക്വൽ ടു U2 പ്ലസ് P2 V2 പ്ലസ് V2²/2. ഇതാണ് നമ്മുടെ എന്താണ്? സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷനിൽ V1-നും V2-നും നമ്മൾ എന്ത് കൊടുക്കുക? സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കുകയാണ്. ക്യാപിറ്റൽ V1-ഉം ക്യാപിറ്റൽ V2 ഇൻ ടേംസ് ഓഫ് PV നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. അപ്പം ഇതിൽ ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് വെലോസിറ്റീനെ നമ്മൾ എന്തിൻ്റെ ടേംസിലേക്ക് കൊണ്ടുവന്നു? PV-യുടെ ടേംസിലേക്ക് കൊണ്ടുവന്നു. നമുക്ക് ഏത് പാരാമീറ്ററും P-യുടെയും എന്തിലേയും ടേംസിൽ വരണം? V-യുടെയും ടേംസിൽ വരണം. എന്നാൽ മാത്രമേ നമുക്ക് ആ P-യുടെയും V-യുടെയും ടേംസ് വെച്ചിട്ട് നമുക്ക് V-ക്ക് ഉണ്ടാകുന്ന വേരിയേഷൻ, അല്ലെങ്കിൽ V1-ന് ഉണ്ടാകുന്ന വേരിയേഷൻ, അല്ലെങ്കിൽ ഇന്റേണൽ എനർജിക്ക് ഉണ്ടാകുന്ന വ്യത്യാസം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇവിടുത്തെ ഉദ്ദേശം. അതായത് PV ഡയഗ്രത്തിൽ ഇതിനെ എന്ത് ചെയ്യണം? റെപ്രസെന്റ് ചെയ്യണം എല്ലാ പാരാമീറ്റേഴ്സും. അപ്പോൾ അതിനുവേണ്ടി അത് ഇപ്പോൾ വെലോസിറ്റീനെ നമ്മൾ V1-നെയും V2-നെയും എന്തിലേക്ക് മാറ്റി? P-യിലും V-യുടെയും ടേംസ് ആക്കി മാറ്റി. ദാറ്റ് മീൻസ് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് യൂണിവേഴ്സ് കർവ് വരയ്ക്കാനായിട്ട് പറ്റുമായിരിക്കും. യൂണിവേഴ്സ് കർവ് വരയ്ക്കുമ്പോൾ അതേപോലെ കിട്ടും. അപ്പം നമുക്ക് അതേപോലെ ഇനി വേണ്ടതെന്ന് പറയുന്നത് U1 U2, അതായത് ഇന്റേണൽ എനർജി ചേഞ്ചസ് എന്ന് പറയുന്ന അതേമാതിരി എന്താണ്? P-യിലും V-യിലേക്കും ആക്കി മാറ്റണം. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഉള്ളത് എന്താണ്? ക്യാപിറ്റൽ V-യും സ്മാൾ V-ക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുത്താൽ പോരെ? സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുത്ത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്താൽ മാത്രം മതി. ഇത് എന്നെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല.
ഒരു കാര്യം ഞാൻ എപ്പോഴേ പറയാം, ഇതേപോലെ സാധനം എഴുതി വെക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മളിവിടെ എന്ത് ചെയ്തു, ഇവിടുത്തെ ക്യാപിറ്റൽ ബിനെയും ക്യാപിറ്റൽ B1നെയും ക്യാപിറ്റൽ B2നെയും എന്തിലേക്ക് കൊണ്ടുവന്നു, പിയിലും ബിയിലും ആക്കിയതേ ഉള്ളൂ. ഇനി ഇതിവിടെയും പിയും ബിയിലും എന്ത് കൊണ്ടുവരണം, U1 എന്ത് കൊണ്ടുവരണം, U2 കൊണ്ടുവരണം. അതിൽ V1 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം, V2 സബ്സ്റ്റിറ്റ്യൂഷൻ. ഞാൻ എക്സ്പാൻഷൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്താണ്. ചുമ്മാ അത് ചെയ്തിട്ട് കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ V1 സബ്സ്റ്റിറ്റ്യൂഷൻ എന്ത് കൊടുക്കാം, U1 പ്ലസ് എന്താണ് P1 സ്മാൾ ലെറ്റർ V1, അത് ഓൾറെഡി V1 പ്ലസ് V1 സ്ഥലത്ത് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, P2 മൈനസ് P1 ഡിവൈഡഡ് ബൈ V1 മൈനസ് V2 ഇൻറ്റു നമുക്ക് എന്ത് പറയാൻ പറ്റും, സ്മാൾ ലെറ്റർ V1 സ്ക്വയർ എന്ന് പറഞ്ഞൂടെ, വിച്ച് ഇസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് വരും, U2 പ്ലസ് U2 ആണ്, U2 പ്ലസ് P2 V2 പ്ലസ് എന്താണ് V2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് വരും, P2 മൈനസ് P1 ഹോൾ ഇൻറ്റു V2 സ്ക്വയർ ഡിവൈഡഡ് ബൈ V1 മൈനസ് എന്ത് വരും V2. ഇതിനെ ഇവിടെ നിന്ന് എന്ത് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി, U2 മൈനസ് U1 U1 മൈനസ് U2 കണ്ടുപിടിച്ചാൽ മതി. അത് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യുന്ന പോലെ അറേഞ്ച് ചെയ്താൽ മതി, പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ ഒരു 1/2 ഗുണമുണ്ട്, ഒരു 1/2 ഗുണമുണ്ട്, ഇവിടെ ഒരു 1/2 ഉണ്ട് അല്ലേ, 1/2 ഇൻറ്റു V1 സ്ക്വയർ അല്ലേ. അപ്പോൾ ഈ സാധനം ഹോൾ സാധനം ഇൻറ്റു സ്ക്വയർ വരും. അതായത് ഇവിടെ 1/2 ഇൻറ്റു ഇത്രയും സാധനം ഇൻറ്റു എന്ത് വരും, സ്ക്വയർ വരും. പ്രശ്നമില്ലല്ലോ. ഇത് രണ്ടും ഒരുമിച്ചിടുക, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൈനസ് ചെയ്തൂടെ. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് മാക്സിമം സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നത് അത്രയും സിംപ്ലിഫൈ ചെയ്ത് വെച്ചാൽ മതി. അല്ലാതെ ഇതുപോലെ തന്നെ വരണമെന്നില്ല. പക്ഷേ U1 U2 മാക്സിമം സിംപ്ലിഫൈ ചെയ്തെടുക്കുമ്പോൾ ഹാഫ് ഓഫ് P1 പ്ലസ് P2 ഇൻറ്റു എന്തെന്ന് വരും, V1 മൈനസ് V2 എന്ന് പറയുന്ന ഫോമിൽ വരുമെന്നാണ് ടെസ്റ്റ് പറയുന്നത്. അഥവാ അതുവരെ നമുക്ക് എന്ത് ചെയ്ത് വെക്കാം, സിംപ്ലിഫൈ ചെയ്ത് വെക്കാം. അങ്ങനെ ചെയ്യണമെന്ന് അങ്ങനെ അത്രയും ആക്കിയാലും നിർബന്ധമൊന്നുമില്ല. ഇത് നിങ്ങൾ എന്ത് ചെയ്യാൽ മതി, U2 മൈനസ് V1 ബാക്കിയെല്ലാം ഒരു സൈഡ് ഇടുക, വേറെ ഒന്നുമില്ല. P1 എടുക്കുക, ബാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെട്ടിക്കളയാനായിട്ടൊക്കെ പറ്റും. പറഞ്ഞ മനസ്സിലായി, ഫൈനൽ ഇക്വേഷൻ പറഞ്ഞ മനസ്സിലായല്ലോ. ബാക്കി ഇതുപോലെ എഴുതണമെന്നില്ല. സംഭവം എന്താണ്, U2 മൈനസ് U1 ഇതെല്ലാം ഒരു സൈഡിൽ കൊണ്ടുപോകാം. P1 V1 മൈനസ് P2 V2 ഇത് മൈനസ് ഇത്. പിന്നെ മാക്സിമം സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്ന സിംപ്ലിഫൈ ചെയ്യാം. നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടണമെന്ന് നിർബന്ധമില്ല. നിർബന്ധം ഇത് കിട്ടും, എഴുതി വെച്ചാൽ മതി. അത് പക്ഷേ X പ്ലസ് A പ്ലസ് ബി എന്താണ്, X പ്ലസ് A X പ്ലസ് B ഫോമിലേക്ക് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്താൽ ഇങ്ങനെ ഒരു വരും. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ ഈ ഹ്യൂഗനോട്ട്സ് കർവ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് റിലേഷൻസ് ഇന്റർനാളജി PVയിലാക്കി. അതേപോലെ നമ്മൾ എന്താണ് വെലോസിറ്റീസ് രണ്ടും എന്താണ് Pയിലും Vയിലും ആക്കി. അപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഹ്യൂഗനോട്ട്സ് കർവ് എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യുന്നത്, വരയ്ക്കുന്നത്. അപ്പോൾ ഈ ഹ്യൂഗനോട്ട്സ് കർവിൻ്റെ ഒരു റിലേഷൻ പറയുകയാണെങ്കിൽ, ഹ്യൂഗനോട്ട്സ് കർവ് എന്താണ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു, ഹ്യൂഗനോട്ട്സ് കർവ് 10 മാർക്ക് അതിൻ്റെ റിലേഷൻ എന്ത് ചെയ്യണം, ഡിറൈവ് ചെയ്യാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. അഥവാ 3 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കുകയാണെങ്കിൽ, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, 3 മാർക്കിനോ 4 മാർക്കിനോ ചോദിക്കുകയാണെങ്കിൽ ഇനി എഴുതണ്ട ഹ്യൂഗനോട്ട്സ് കർവ് എന്താണെന്ന് വരച്ചു. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ PV ഡയഗ്രം വരയ്ക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു കർവ് കിട്ടും. ഇങ്ങനെ നമ്മളെന്ന് വിളിക്കുന്നത് ഹ്യൂഗനോട്ട്സ് കർവ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഒരു പർട്ടിക്കുലർ പോയിന്റ് എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഞാൻ പറയുന്നു അപ്സ്ട്രീം സ്ട്രോക്കാണ്. അത് അപ്സ്ട്രീം എന്ന് പറയുന്നത് ഷോക്കിന് മുമ്പാണ്, ഷോക്കിന് അപ്സ്ട്രീം ഓഫ് ഷോക്ക്. ഇത് ഷോക്ക് നിൽക്കുന്നതിന് മുമ്പുള്ള പോയിന്റാണ് എന്ന് പറയുന്നത്, മനസ്സിലായല്ലോ. അപ്പോൾ ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹ്യൂഗനോട്ട്സ് കർവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങോട്ടുള്ള സാധനമാണ്, അതായത് ഇങ്ങോട്ടുള്ളതെല്ലാം ആഫ്റ്റർ ഷോക്കാണ്, ഷോക്കിന് ശേഷം അവിടുത്തെ പോയിന്റ്സാണ്. അതായത് ആഫ്റ്റർ ഷോക്ക് ഇങ്ങോട്ട് വരും, മണ്ടയിലോട്ട് വരും. ഓക്കെ, അപ്പം ആഫ്റ്റർ ഷോക്ക് എന്ന് പറയുന്നത് ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ ഷോക്കിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്, അപ്പോൾ ഈ കാര്യം ഈ ഒരു പോയിന്റ് ആലോചിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളായിരിക്കും. ഇനി അടുത്ത സംഭവം എന്ന് പറയുന്നത് നമ്മൾ ആലോചിക്കേണ്ടത്, ഇതിൽ എഴുതി വെക്കേണ്ടത് നമുക്കറിയാലോ, P പ്ലസ് റോ V സ്ക്വയർ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. നമ്മൾ ആദ്യം പറഞ്ഞ ഇക്വേഷൻ, അതായത് ഈ ഇക്വേഷൻ നമ്മൾ തുടങ്ങി അവിടെ നിന്നാണ് ആണ്, P പ്ലസ് റോ V സ്ക്വയർ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്, ഏരിയ കോൺസ്റ്റന്റ് ആണ്. ഈ ഒരു ഇക്വേഷൻ ആലോചിക്കാമല്ലോ. ഇനി നമുക്കറിയാം G ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു V എന്നറിയാലോ, M/A. G ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു V എന്ന് പറയുന്ന ഇക്വേഷൻ അറിയാലോ. അപ്പോൾ ഇവിടെ നിന്ന് Vക്ക് പകരം ഞാൻ Gയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ G ഈസ് ഈക്വൽ ടു V എന്ന് പറയുന്നത് G/ρ എന്ന് പറഞ്ഞൂടെ, V ഈസ് ഈക്വൽ ടു G/ρ. അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, P പ്ലസ് റോ ഇൻറ്റു G സ്ക്വയർ ബൈ റോ സ്ക്വയർ. റോ സ്ക്വയർ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. അപ്പോൾ റോയും വെട്ടിക്കഴിഞ്ഞാൽ P പ്ലസ് എന്ന് കിട്ടും G സ്ക്വയർ ബൈ റോ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. 1/ρക്ക് V എന്ന് കൊടുക്കാമല്ല, P പ്ലസ് V ഇൻറ്റു എന്ന് പറയാൻ പറ്റും G സ്ക്വയർ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇനി ഡെറിവേറ്റീവ് ഫോം എഴുതിയാൽ DP പ്ലസ് DV ഇൻറ്റു G സ്ക്വയർ ഈസ് ഈക്വൽ ടു, ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും, 0 ഉണ്ട്, കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0. ഇവിടെ നിന്ന് നമുക്ക് എന്താണ് G സ്ക്വയർ കോൺസ്റ്റന്റ് ആണ്. ഇവിടെ നിന്ന് G സ്ക്വയർ എങ്ങനെ എഴുതാൻ പറ്റും, G സ്ക്വയർ ഈസ് ഈക്വൽ ടു DP അങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ -DP ആവൂലേ.
ഇനി ഡി വി ഇങ്ങനെ ഡിനോമിനേറ്റർ വരൂലേ, മൈനസ് ഡി പി ബൈ ഡി റോ, അതാണ് നമ്മുടെ എന്താണ് ജി സ്ക്വയറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം ജി സ്ക്വയർ എന്ന് പറയുന്ന സാധനത്തിന് മാസ് ഫ്ലക്സിനെ നമ്മൾ എന്തിലേക്ക് കൊണ്ടുവന്നു, പിയിലും ഡി പിയിലും ഡി വിയിലും കൊണ്ടുവന്നില്ലേ. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് പറയുന്നതിൽ അതായത് ഡിഫറെൻറ്റ് ഫ്ലക്സിന് ജി ക്യാൻ ബി പ്ലോട്ടഡ് അലോങ് വിത്ത് ഹ്യൂനോട്സ് കർവ്. ജിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹ്യൂനോട്സ് കർവിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഇത് പിയിലും വീലിൻ്റെ എന്താണ് സ്ലോപ്പ് എടുക്കുമ്പോൾ സ്ലോപ്പ് എടുത്തിട്ട് ആ ജി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഡി പി ഇതിൻ്റെ സ്ലോപ്പാണ്. ഡി പി ബൈ ഡി റോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ സാധനം സ്ലോപ്പ് അല്ലേ, ഇത് ഡി പി, ഇത് ഡി റോ. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്ത് കിട്ടും, ജി സ്ക്വയർ. ഹ്യൂനോസ് കർവിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, മാസ് ഫ്ലക്സിൻ്റെ സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്താൽ മതി. 4 മാർക്കിന് ചോദിക്കുമെങ്കിൽ ഇത്രയിൽ അങ്ങ് നിർത്തിയാൽ മതി. 3 മാർക്കിന് അതായത് പി വി എല്ലാത്തിനെയും പി വിയിൽ റെപ്രസെന്റ് ചെയ്യുന്നതിന് ഹ്യൂനോസ് കർവ് നമ്മൾ വെലോസിറ്റിനെ എന്തിൽ കൊണ്ടുവന്നു. അതായത് എന്താണ്, ഇറ്റ് ഈസ് എ ലോക്കസ് ഓഫ് എന്താണ് ഓൾ ദ തെർമോഡൈനാമിക് സ്റ്റേറ്റ്സ് വെൻ ദ ഫ്ലോ പാസസ് ത്രൂ എ ഷോക്ക്, നോർമൽ ഷോക്ക് കൂടെ പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എല്ലാ തെർമോഡൈനാമിക്സിൻ്റെയും ലോക്കസ് ആണ് ഹ്യൂനോസ് കർവ്. അതൊരു പി വി ഡയഗ്രമാണ്. എന്തുകൊണ്ട് പി വി ഡയഗ്രം കിട്ടി, നമുക്ക് ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിന് കറസ്പോണ്ടിങ് P1 ഉണ്ടെങ്കിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് അതിൻ്റെ വെലോസിറ്റി കിട്ടും. V1 കിട്ടും, V2 കിട്ടും, അപ്സ്ട്രീം ഡൗൺ സ്ട്രീം വെലോസിറ്റീസ് കിട്ടും. അതേപോലെ നമുക്ക് അവിടുത്തെ എന്ത് കണ്ടുപിടിക്കാം, സ്ലോപ്പ് എടുത്താൽ ജി സ്ക്വയർ കിട്ടും, ഇന്റേണൽ എനർജി ചേഞ്ച് കിട്ടും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് എന്തിൽ റെപ്രസെന്റ് ചെയ്യാം, ഒരു പി വി ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യാം എന്നുള്ളതാണ് ഹ്യൂനോസ് കർവിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഹ്യൂനോസ് കർവ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെയിലേലായിട്ട് നമ്മൾ ജി സ്ക്വയർ സ്ലോപ്പ് വെച്ച് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കും. അപ്പോൾ ഇത് ഹ്യൂനോസ് കർവ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മിക്കപ്പോഴും ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു സാധനമാണ്. നമ്മൾ എടുത്ത് പറഞ്ഞാൽ റാങ്ക് ആൻഡ് ഹ്യൂനോസ് റിലേഷനാണ് മിക്കപ്പോഴും ഡെറിവേഷനായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഹ്യൂനോസ് കർവ് കൂടെ എന്ത് ചെയ്ത് വെച്ചേക്കുക, നോക്കി വെച്ചേക്കുക.